എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഈ ചാനലിൽ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറുപ്പക്കാരാണ്. നമുക്കതറിയാൻ പറ്റും ഇത്ര വയസ്സിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന്. തീർച്ചയായിട്ടും ചെറുപ്പക്കാർ തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനൊരു 5 വർഷം മുമ്പ് ചെയ്ത ആ കാര്യം എന്ത് മണ്ടത്തരായിരുന്നു, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏത് നിലയ്ക്കെത്തിയനെ. ആ ഒരു ചെയ്ത കാര്യം കൊണ്ട് ജീവിതകാലം മൊത്തം നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഭാവിയിലൊക്കെ നിങ്ങൾ കുറ്റബോധം അനുഭവിക്കേണ്ടി വരുമായിരിക്കുമല്ലേ. അപ്പോൾ ഇത് കുറച്ച് പ്രായമായിട്ടുള്ളവർ ഇതിൻ്റെ കറക്റ്റ് കാര്യം പറഞ്ഞു തരും. എടാ അങ്ങനെയല്ലായിരുന്നു, കാരണം അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നല്ലേ. അങ്ങനെ ഈ കുറച്ച് നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർ, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നവർ, ഒരുപാട് അബദ്ധങ്ങളിലൂടെയും അത് തിരുത്തിയും ഒക്കെ മുന്നേറി വന്നവർ പറയുന്ന ഒരു 10 കാര്യങ്ങൾ ചെറുപ്പക്കാരെന്നല്ല ഏത് പ്രായമായിട്ടുള്ളവരുടെയും ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഒരു 10 കാര്യം പറയാം. ഈ 10 കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പോകണ മുമ്പ് എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കാം, ഈ 101 മോട്ടിവേഷൻ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു 10 കാര്യം വളരെയേറെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇതിൽ ഏതൊക്കെ തെറ്റുകളാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അപ്പാടെ മാറ്റിപ്പറിക്കുന്ന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 10 തെറ്റുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഗുണമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവാക്കുന്നത് നിർത്തുക. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഗുണമില്ലാത്തതെന്ന് പറയുമ്പോഴേക്കും അതിനെ ഒരിക്കലും എൻ്റർടൈൻമെൻറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതായത് നമുക്കെല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് വേണം. യൂട്യൂബിലൊരു വീഡിയോ കാണുന്ന എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. ഞാൻ അങ്ങനത്തെ കാര്യമല്ല പറയുന്നത്. ഒരു പാട്ട് കേൾക്കുന്നു അങ്ങനത്തെ ഒന്നും അല്ല പറയുന്നത്. ഇപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് എന്ത് ഗുണം, അതുകൊണ്ട് അതാണോ, അങ്ങനെയല്ല പറയുന്നത്. അതൊക്കെ നമുക്ക് ആസ്വാദനം നൽകുന്നൊരു കാര്യമാണ്, അതല്ല. മറിച്ച് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഫാൻ ഫൈറ്റ്, ഇന്ന സിനിമാ നടന് വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായിരുന്നു അതൊക്കെ ചെയ്തതെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാം ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വാർ നടക്കുന്നത് പോസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിലും ഒക്കെയാണ്. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഞാനും കുറച്ച് നാൾക്ക് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് ആ തെറ്റുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ആ ഒരു പൊളിറ്റിക്കൽ ആളിന് വേണ്ടിയിട്ട്, ആ രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ട് തെരുവുകളിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് നടന്ന കാലങ്ങളുണ്ടായിരുന്നു. ഒരു നേട്ടവും ഇല്ല, അവർ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ അലമുറയിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു അടിമ മാത്രമായി പോകാറുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇനി അതുപോട്ടെ, ഈ ഒരു ഭരണാധികാരി എന്ത് മോശം ചെയ്തു കഴിഞ്ഞാലും അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സുകളിൽ ഘോരഘോരമായിട്ടുള്ള യുദ്ധം നിങ്ങൾ കാണുന്നില്ലേ? ഈ കമൻറ്റ് ചെയ്ത് ന്യായീകരിക്കുന്നവർക്ക് എന്തെങ്കിലും അരി മേടിക്കാനെങ്കിലും പൈസ അവർ കൊടുക്കുന്നുണ്ടോ? അതുമില്ല. എന്താ ഇതിൻ്റെയൊക്കെ പ്രയോജനം? ഒരു കാര്യവുമില്ലാതെ ഫോൺ കളിച്ച് തന്നെ എത്ര സമയം കളയാറുണ്ട്. എൻ്റർടൈൻമെൻ്റ് അല്ല, ചുമ്മാ വെറുതെ നോ പർപ്പസിന് വേണ്ടി ഫോൺ കളിച്ച് എത്ര നേരം കളയുന്നു. അതുപോലെ തന്നെ ഒന്നാണ് പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു ഐഡിയോളജിക്ക് അടിമപ്പെട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളോട് നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഒരു പ്രയോജനമില്ല. ഭൂമി പരന്നാന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഭൂമി ഉരുണ്ടതാണെന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിന് നമ്മളത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുക. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ബെനിഫിറ്റും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അവർക്ക് മെച്ചമുണ്ടാവുക. അങ്ങനെ മാനുഷിക മൂല്യങ്ങളെ കണക്കിലെടുത്ത് ആ ഒരു എനർജി അതിനു വേണ്ടി ഉപയോഗിക്കുക. വെറുതെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി വാദിച്ചിട്ടോ ഒരു സിനിമാ നടന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നിട്ടോ ഒന്നും കിട്ടാനില്ല. ഇത് നമുക്കിപ്പോഴും തോന്നില്ല. ഞാനും പറയുമ്പോഴൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജീവിതം കുറച്ചുകൂടെ കടന്നു പോകുമ്പോഴേക്കും, നിങ്ങൾ ഒരു 30-ാം വയസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. ആർക്ക് വേണ്ടിയായിരുന്നു ഇത്ര നാൾ ഘോരം സംസാരിച്ചുകൊണ്ടിരുന്നത്? അവരൊക്കെ നമുക്ക് എന്തെങ്കിലും കൊണ്ട് തന്നിട്ടുണ്ടോ? ഒന്നുമില്ല. 2, പെട്ടെന്നൊരു റിലേഷനിലേക്ക് സെറ്റാകുക എന്നുള്ളതാണ്. എന്താണ് ഒരു പെട്ടെന്ന് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാണും പെണ്ണും പരിചയപ്പെടുകയാണ്. അവർ പരിചയപ്പെടുമ്പോഴേക്കും എന്തോ സ്പാർക്ക് തോന്നി, ഇൻഫാജുവേഷൻ തോന്നി, അട്രാക്ഷൻ തോന്നി. എന്നാൽ അടുത്ത ദിവസം പറഞ്ഞേക്കുകയാണ്, ഇപ്പോൾ എല്ലാം ചാറ്റിങ്ങിലൂടെ നടക്കുമല്ലോ, നമുക്കെന്നാൽ റിലേഷനിലായാലോ എന്നും പറഞ്ഞിട്ട് നാളെ മുതൽ കാമുകനും കാമുകിയാകുകയാണ്, കലിപ്പനും കാന്താരിയായിട്ട് മാറുകയാണ്. പക്ഷേ പിന്നീട് അത് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒരു തരത്തിലും ചേരാത്ത ആൾക്കാരാണെന്ന്. അതിനോടകം തന്നെ നാട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമേഴ്സോ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ വീഡിയോ ഇട്ട് ലോകം മൊത്തം അറിയിച്ചിട്ടുണ്ടാവും. വീട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, ഞാൻ കെട്ടാൻ പോകുന്ന ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. എല്ലാവരും പറഞ്ഞു. അവസാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തരത്തിൽ ഒത്തുപോകാത്ത 2 പേരാണ് റിലേഷൻ എന്നും പറഞ്ഞ് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിലേഷനാണ്, നമുക്ക് സെറ്റാകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകരുത്. 2 പേരും അടുക്കുക, പരസ്പരം മനസ്സിലാക്കുക, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പരസ്പരം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് മുമ്പോട്ട് പോവുക. ഒരു
ധാരണ വയ്ക്കുക, നമുക്ക് കുറച്ച് കാലം ഒരു 1-2 വർഷം ഇങ്ങനെ പോകാം, നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും പറയുക, പരസ്പരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, നമുക്ക് അത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിലേഷനായിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുക. അപ്പോൾ അവിടെ കൺട്രോളിങ്ങോ കാര്യങ്ങളോ കലിപ്പനും കാന്താരി ടൈപ്പോ വേറെ തരത്തിലുള്ള ഒരു കാര്യങ്ങളും വരുന്നില്ല. പക്ഷേ പരസ്പരം മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ ആരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല, കാരണം റിലേഷനിൽ വല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഭൂരിഭാഗം പേര് ഫേസ് ചെയ്യുന്നതല്ലേ. അതോടൊപ്പം തന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യം, ചിലർക്ക് കാസ്റ്റും റിലീജിയനൊക്കെ വലിയ കാര്യമായിരിക്കും. അവരൊരിക്കലും മറ്റൊരു കാസ്റ്റിൽപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു റിലീജിയനിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കത്തില്ലായിരിക്കാം. പക്ഷേ അപ്പുറത്തെ എതിർവശത്തെ വ്യക്തിയോട് തോന്നുന്ന താല്പര്യത്തിൻ്റെ പുറത്ത്, ആ ഒരു അട്രാക്ഷൻ്റെയും ഇൻഫാജുവേഷൻ്റെയും അത്രയും ഭയങ്കര അഭിനിവേശത്തിൻ്റെ പുറത്ത് നമ്മൾ പറയും എനിക്ക് കാസ്റ്റും റിലീജിയനൊന്നും പ്രശ്നമല്ല, കാരണം അവരെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അവരെ സെറ്റാക്കണം നമുക്ക്. എന്നിട്ട് കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ വർഷങ്ങൾ കഴിയും, കല്യാണത്തിലേക്ക് എടുക്കുമ്പോൾ വിവാഹമാകുമ്പോൾ നമ്മൾ പറയും അത് വീട്ടിൽ സമ്മതിക്കൂല എന്നും പറയും. എന്താ കാരണം? കാസ്റ്റും റിലീജിയൻ ഏതെങ്കിലും ഒന്ന് പ്രശ്നമാണ്, അത് എനിക്കും ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഇത്രയും കാലം എന്നെ പ്രണയിച്ചതോ എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പോഴേക്കും അതിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല, മറ്റേ ആൾ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിട്ട് മാനസികമായിട്ട് തളർന്ന് നശിച്ചു പോകും. അതുകൊണ്ട് എന്തിനാ വെറുതെ ഒരാളുടെ ജീവൻ നശിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നല്ല കമ്പനി ആയിട്ട് പോവുക, പരസ്പരം അറിയുക, 100% ആയിട്ട് പരസ്പരം അറിയുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ റിലേഷനിലേക്ക് പോകും. നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. 3, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഒരാളെ സ്നേഹിക്കരുത്. അതായത് ഒരാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അയാളെ സ്നേഹിക്കുള്ളൂ എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇവിടെ സ്നേഹമെന്ന് പറയുന്നത് പ്രണയമെന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടും എല്ലാവരോടുമുള്ള ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടന്ന സ്റ്റഡി ഓഫ് അഡൾട്ട് ഡെവലപ്മെൻറ്റിൽ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് വാൽഡിംഗർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കാര്യങ്ങളും നമുക്ക് സന്തോഷം തരും, പക്ഷേ എപ്പോഴും സന്തോഷം നൽകുന്നത് അതായിരിക്കില്ല. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സന്തോഷം നൽകുന്നത് നമ്മുടെ സക്സസ് ആയിരിക്കാം, പൈസ ആയിരിക്കാം, പ്രശസ്തി ആയിരിക്കാം അല്ലേ? പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ ഇതൊന്നും സന്തോഷം നൽകില്ല. മറിച്ച് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യമാണ്, സാമീപ്യമാണ്. അതായത് അവരടുത്തുള്ളപ്പോഴേക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കുമല്ലേ. അത് ചിലപ്പോൾ സുഹൃത്തുക്കളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, നമ്മുടെ കാമുകിയോ കാമുകനോ ഒക്കെ ആകാം, ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇവരുടെ വില. നിങ്ങൾ അത്രത്തോളം സ്നേഹമുള്ള വ്യക്തികളെ, നിങ്ങൾക്ക് അവരുടെ കൂടെയുള്ള അത്രത്തോളം പോസിറ്റിവിറ്റിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വേറൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവരെ വിട്ടുകളയരുത്. ചിലപ്പോൾ അത്രയും കാലം അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയൊക്കെ തന്നിട്ടുണ്ടാകാം, ട്രീറ്റുകളൊക്കെ തന്നിട്ടുണ്ടാകാം, പെട്ടെന്ന് നിലയ്ക്കാണ്, കാരണം അവർക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഒരുപക്ഷെ സ്നേഹിച്ചിരുന്ന പൈസയ്ക്ക് വേണ്ടിയായിരുന്നു, അതുകൊണ്ട് പൈസ നിന്നു അല്ലെങ്കിൽ അത് നിന്നു, അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞൊന്നും തട്ടിക്കളയാതിരിക്കുക. അപ്പോൾ ഡോണ്ട് ടേക്ക് ലവ് ഫോർ ഗ്രാൻഡഡ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല. സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിച്ച് നിർത്തുക. അവരിൽ നിന്ന് അധികമായിട്ടൊന്നും പ്രതീക്ഷിക്കുകയും അരുത്. 4, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാതിരിക്കരുത്. നമ്മൾ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ടീനേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ സ്വപ്നങ്ങളെയൊക്കെ ഫോളോ ചെയ്യണം, ഞാൻ ഇന്ന ആളാകും, ഞാൻ പഠിച്ച ആ ഒരു നിലയിലെത്തും, ഇന്ന ബിസിനസ് ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ റിയാലിറ്റി ഒരു സീരിയസ് ആയിട്ട് മാറുമ്പോഴേക്കുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതല്ല ജീവിതം. ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ കുടുംബത്തിൻ്റെ മൊത്തം ഭാരം നമ്മളുടെ തോളിലായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പഠിച്ചിറങ്ങിയ ഉടനെ എന്തെങ്കിലും ചെറിയ ജോലിക്ക് പോയിട്ട് വരുമാനം കണ്ടെത്തേണ്ടി വരുന്നു. അപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള പൈസയോ സമയമോ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ അത് വിട്ടുകളയുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സക്സസ്സിലെത്തത്തില്ല. 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടതല്ലേ, അത് യഥാർത്ഥ സംഭവം തന്നെയല്ലേ. അപ്പോൾ എത്രയൊക്കെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ, അത് വേണ്ടെന്നല്ല പറയുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാഷനെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും മുറുക്കെ പിടിച്ച് അതിന് വേണ്ടിയിട്ടും പരിശ്രമിക്കുക. ഒരു ദിവസം 24 മണിക്കൂറില്ലേ, 8 എന്നും പറഞ്ഞ് 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഓരോ 8 മണിക്കൂറിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ 8 മണിക്കൂർ കിടന്നുറങ്ങ്, നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യ്, ബാക്കി 8 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനെ എന്താണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സമയമില്ലേ. നൈറ്റ് ക്ലാസ്സുകളൊക്കെ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിട്ടുകളയരുത്, അതിനെ മുറുക്കെ പിടിക്കുക തന്നെ വേണം. 5, നിങ്ങളുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു കംഫോർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ സുഖകരമാണ്, നമ്മൾ റിസ്ക്കുകൾ എടുക്കാൻ തയ്യാറല്ല, ഒറ്റയ്ക്ക് വേറെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ തയ്യാറല്ല, പരീക്ഷയ്ക്ക് പഠിക്കാൻ തയ്യാറല്ല, വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറല്ല. നമ്മൾക്കിപ്പോൾ സുഖകരമായിട്ട് ജീവിച്ചു പോകാം, എന്നാൽ അങ്ങനെ തന്നെ മതി. പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ തയ്യാറല്ല.
നമ്മൾക്കൊരു കംഫോർട്ട് സോൺ ഉണ്ട്, അവിടെ നമുക്ക് ഭയങ്കര കംഫോർട്ടാണ്, ഫോണും കുത്തിയിരിക്കുകയോ ഭക്ഷണം കഴിച്ചിരിക്കുകയോ അത് മാത്രം മതി എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ വലിയ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് സക്സസ് ആയിട്ടുള്ള എല്ലാവരും, ഒന്നുകൂടെ എടുത്ത് പറയുകയാണെങ്കിൽ ലോകത്ത് സക്സസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് മാത്രമാണ്, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് അവർ അങ്ങേയറ്റം മുകളിലെത്തിയത്. ഒരു യൂട്യൂബ് ചാനൽ വളർന്നു വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടായിരുന്നു? അല്ല, ചുമ്മാ ഒരു ലെൻസ്, ഒരു ഫോൺ തിരിച്ചു വെച്ച് സംസാരിച്ചു തുടങ്ങിയതാണ്. അന്നൊക്കെ ഒരു ഫോണിൻ്റെ ലെൻസിലേക്ക് നോക്കി സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ട്രൈ ചെയ്ത് നോക്കി, കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന, ഇപ്പോൾ മലയാളത്തിൽ തന്നെ എല്ലാ വലിയ യൂട്യൂബേഴ്സിനെ എടുക്കുക, അവരെല്ലാവരും തന്നെ അങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാണ്. ഞാൻ യൂട്യൂബ് നമ്മുടെ മേഖലയായതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി അപ്പോൾ MA യൂസഫ് അലി സാർ ഒക്കെ എങ്ങനെയാണ് വന്നത്? അദ്ദേഹം ചെറിയ രീതിയിൽ തുടങ്ങിയാൽ ഇത്രയും വലിയ ലെവലിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, എലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ്, എല്ലാവരും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വരിക. നിങ്ങൾ പുതിയതായിട്ട് ചെറിയൊരു കാൽവയ്പ് നടത്തുക. കാൽവയ്പ് നടത്തിയില്ലെങ്കിലും ഒന്നും നേടാൻ പോകുന്നില്ല. പണ്ട് ലൗസു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയക്കേണ്ടത് പതുക്കെ നീങ്ങുന്നതിനെയല്ല, നമ്മൾ ഭയക്കേണ്ടത് അനങ്ങാതെ നിൽക്കുന്നതിനെയാണ്. 6, നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതാണ്. നമ്മൾ യുവജനങ്ങൾക്ക് ഉള്ളൊരു ഹാബിറ്റാണ്, നമ്മൾ ഹെൽത്ത്, ആരോഗ്യമെന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് കാര്യമായിട്ട് ചിന്തിക്കാറ് കൂടെയില്ല. അത് ചിന്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് കാര്യമായിട്ട് അസുഖങ്ങൾ വരാറില്ല. ഇപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ളവർ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ്രായമായിട്ടുള്ളവരെ എടുത്ത് നോക്ക്, അവർ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്തായിരിക്കും കഴിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മോനെ ഷുഗർ ഉണ്ട്, അപ്പോൾ പഞ്ചാര മധുരമുള്ളത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കങ്ങനെ ഷുഗറില്ല, അതുകൊണ്ട് നമ്മൾ എല്ലാം വാരി വലിച്ച് കഴിക്കുന്നു. കൊളസ്ട്രോൾ ഇല്ല, അതുകൊണ്ട് നമ്മൾ എണ്ണയുള്ള ഫാസ്റ്റ് ഫുഡ് എല്ലാം വാരി വലിച്ച് കഴിക്കുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒട്ടും തന്നെ ഹെൽത്തിനെ കെയർ ചെയ്യാത്തത്. ഈ പ്രായത്തിൻ്റെ ഒരിതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ അതിനെ കെയർ ചെയ്ത് തുടങ്ങണം. നമ്മളൊരു 30കളിലേക്ക് എത്തുമ്പോഴൊക്കെ എങ്കിലും നമ്മളതിനെ കെയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ പലർക്കും സ്മോക്കിങ്, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഒക്കെ കാണും. അതൊന്നും അപ്പാടെ ഉപേക്ഷിക്കണമെന്നല്ല. നിങ്ങളൊരു ഡോക്ടറുമായിട്ട് സ്ഥിരം കൺസൾട്ട് ചെയ്യുക, നിങ്ങളുടെ കിഡ്നി, ലിവർ ഫങ്ഷനൊക്കെ ടെസ്റ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളത് കുറയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുക തന്നെ ചെയ്യുക. അല്ലാതെ കംപ്ലീറ്റ് ഉപേക്ഷിക്കണം, അത് മോശ സ്വഭാവം, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഹെൽത്തിനെ എപ്പോഴും മോണിറ്റർ ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണോ വരുത്തേണ്ടത് അതൊക്കെ മാറ്റുക. പിന്നെ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴിപ്പെടാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്നിരുന്നു പറയും ഫാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, തടിച്ചിരിക്കുന്നതും തടിച്ച് കൊഴുത്തിരിക്കുന്നതും ബ്യൂട്ടിഫുള്ളൊക്കെയാണെന്നല്ലേ. അതും അവർ നിങ്ങളെ കൊല്ലുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓവർ ഫാറ്റ് എന്ന് പറയുന്നത് ഡെഡ്ലിയാണ്. നമ്മൾ മദ്യം കുടിക്കുന്നത് ഡെഡ്ലി അല്ലേ, അതുപോലെ തന്നെയാണ് ഓവർ ഫാറ്റും, അതും ഡെഡ്ലിയാണ്. അതിന് നിങ്ങളെ കൊല്ലാനുള്ള ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കുക. 7 കടക്കണിയിൽ പെടുന്നതാണ്. ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ, നിങ്ങളുടെ ജീവിതത്തെ ഉടനീളം നശിപ്പിക്കുന്ന ഒന്നാണ് വലിയ കടക്കണികളിൽ പെടുക എന്നുള്ളത്. അപ്പോൾ കടക്കണികളിൽ പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിലരൊക്കെ ഈ റമ്മി പോലുള്ള അവ കളിക്കാൻ വേണ്ടിയിട്ട് പൈസ എടുത്ത് കടക്കണിയിൽ പെടുന്നവരുണ്ട്. ചിലവർ കടമെടുത്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് വലിയ പൈസകൾ, ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് വലിയ കടക്കണിയിലാകുന്നവരുണ്ട്. ചിലവർ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്കൊക്കെ 25 ലക്ഷം ലോൺ എടുത്ത് അവിടെ ഒന്നും ആയില്ല, അവസാനം നാട്ടിൽ വന്ന് 25 ലക്ഷത്തിൻ്റെ കടമായിട്ട് നിൽക്കുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ തലയിൽ തന്നെയാണ്. അതൊന്നും മാതാപിതാക്കളുടെ അല്ല, നിങ്ങളുടെ മാത്രം തലയിലായിരിക്കും ആ ഒരു കടം വരുന്നത്. ഇനി വേറുള്ളവരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട് വെക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും വീടെന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും, അല്ലേ, നമുക്ക് ഒരു ഷെൽട്ടറാണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവിനെ മറന്നുകൊണ്ട് അവർ വലിയ ലോൺ എടുത്തിട്ട്, ചില 4 പേര് മാത്രമുള്ള കുടുംബമായിരിക്കും, അവർക്ക് വേണ്ടി വയ്ക്കുന്നത് വലിയ ബംഗ്ലാവുകളായിരിക്കും. ഞാൻ അങ്ങനെ ആരും വയ്ക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ കാരണവന്മാർ പറയാറുണ്ട് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നല്ലേ. നമ്മളുടെ വരവിനെ മറന്ന് നമ്മൾ അതിനേക്കാളും ഒരുപാട് മടങ്ങ് ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ആ ലോൺ അടയ്ക്കാനേ നിങ്ങളുടെ പൈസയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ജീവിതകാലം മൊത്തം നിങ്ങളൊരു കടക്കാരനായിട്ട് ഇങ്ങനെ തുടരേണ്ടി വരും. ഓർക്കുക, എപ്പോഴും നിങ്ങൾ ലോൺ എടുക്കുന്നത്, അത് വീട് വയ്ക്കാനുള്ള ലോണാകട്ടെ, അല്ലെങ്കിൽ EMI അടവുകളാകട്ടെ, നിങ്ങൾ കാറൊക്കെ എടുക്കുമല്ലേ, അപ്പോൾ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഈ ഒരു അടവുകളിലേക്ക് പോകാവുള്ളൂ. അങ്ങനെ നിങ്ങളത് എടുക്കാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് തത്വങ്ങളും തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ മതി. അതൊക്കെ ബേസിക്കലി നമ്മളെല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ നോളജ് കിട്ടേണ്ടതുണ്ട്. അതില്ലാത്തതിൻ്റെ പ്രശ്നം നമ്മളിൽ എല്ലാവരും തന്നെയുണ്ട്. സ്കൂളിലും അത് പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷേ ഇപ്പോൾ എളുപ്പത്തിൽ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി പഠിക്കാവുന്നതാണ്. ഒരുപാട് ഫിനാൻഷ്യൽ ക്രിയേറ്റേഴ്സ് ഉള്ളൊരു കാലഘട്ടമാണിത്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒന്നാണ്, ഇപ്പോൾ നമുക്ക് നല്ല വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കിട്ടുന്ന പൈസ എല്ലാം അടിച്ചു പൊളിച്ച് കളയുമല്ലേ. മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്നല്ലേ. ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നിശ്ചിത ശതമാനം സേവിങ്സ് ആക്കുക. സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ FD ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇൻഫ്ലേഷൻ റേറ്റിനെ ബീറ്റ് ചെയ്തല്ല മുമ്പോട്ട് പോകുന്നത്. വൻ ടാക്സും കൊടുക്കണം, അല്ലേ. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലോ
സ്റ്റോക്സിലോ പിന്നെ അല്ലെങ്കിൽ ബോണ്ടുകളിലോ അങ്ങനെ ഒരുപാട് നല്ല സാധ്യതകളുണ്ട്, നല്ല റിട്ടേൺ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ നിക്ഷേപം നടത്തിയിട്ട് നിങ്ങളുടെ ഭാവി സെക്യൂർ ആക്കാൻ നോക്കുക ഈ ഒരു കാലഘട്ടങ്ങളിൽ. 8, എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അത് ഒരു സഹായം ചെയ്ത് കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും. ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നാൽ ഒരാളോട് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും ഒരു ട്രിപ്പ് പോകേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് അവർ ഹാപ്പി ആകത്തുള്ളൂ. നമ്മൾ മനുഷ്യരാണ്, നമുക്കിതെല്ലാവർക്കും വേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും അവർ വേണം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ മനസ്സ് അങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ എന്തൂസിയാസവും നിങ്ങളുടെ ഊഷ്മളതയും നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ ആ ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മറ്റൊരാളുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലേ കിട്ടൂ എന്നൊക്കെയുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. അവരില്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കണ്ടേ, അവരുടെ ഭാവി സെക്യൂർ ആക്കണ്ടേ, അവർക്ക് അവരുടേതായിട്ടുള്ള ടൈം വേണ്ടേ. അപ്പോൾ എപ്പോഴും ആരും ഉണ്ടാകില്ല. അത് അടിസ്ഥാനപരമായിട്ട് അത് മനസ്സിൽ വയ്ക്കുക. എപ്പോഴും നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാകില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഒരു കംഫോർട്ട് സോൺ. ഇപ്പോൾ നിങ്ങളൊരു കംഫോർട്ട് സോണിലായിരിക്കും, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ആ ഒരു സുഹൃത്തുണ്ടാകും. പക്ഷേ നാളെ ആ സുഹൃത്തിന് മറ്റൊരു ജോലി നോക്കി വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. നിങ്ങളൊരു ജോലി പ്രവേശിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യുന്നത് പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ കരിയർ ഉപേക്ഷിക്കേണ്ടി വരത്തില്ലേ? നിങ്ങളുടെ ആ ഒരു വരുമാന സ്രോതസ് നഷ്ടപ്പെടുത്തില്ലേ? അപ്പോൾ എന്തിനും ഏതിനും, ഞാൻ പറഞ്ഞത് ഡിപ്പെൻഡ് ചെയ്യണമെന്നോ അങ്ങനെയല്ല, എന്തിനും ഏതിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിർത്തുക. അത് നിങ്ങളെ കുഴി ചാടിക്കത്തേ ഉള്ളൂ എന്ന് മാത്രമാണ്. 9, നമുക്ക് നമ്മളുമായിട്ട് തന്നെ വളരെ ബാഡായിട്ടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പാണുള്ളതെങ്കിൽ അതെന്താ സംഭവം എന്നല്ലേ, നമ്മൾ സെൽഫ് ലവ് എന്ന് കേട്ടിട്ടില്ലേ? സെൽഫ് ലവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഈ പറഞ്ഞൊരു സംഭവം. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് എല്ലാ ഇമോഷൻസും മിക്സ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ ആൾക്കാരുടെ വീഡിയോസിൽ എപ്പോഴും പറയുന്നതാണ്, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്, എന്ത് ദുരന്തം സംഭവിച്ചാലും പോസിറ്റീവായിട്ട് കാണുന്നത്. ഇത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരാണ്. ഇവർക്ക് ഇത് എവിടുന്നാണ് പറഞ്ഞു കൊടുത്തത്? നമ്മളുടെ ഇമോഷൻസ് മിക്സ്ഡ് ആണ്. നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യത്തെ നെഗറ്റീവായിട്ട് തന്നെ കാണണം, പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യത്തെ പോസിറ്റീവായിട്ട് തന്നെ കാണണം. അത് വേർതിരിച്ച് കണ്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട് സഹായിക്കത്തുള്ളൂ. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുന്നത് പ്രശ്നമാണ്. അതിനേക്കാളും പ്രശ്നമാണ് എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒന്നാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ. അതെന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡ്രൈവിങ്ങോ അതെനിക്ക് ഒരിക്കലും പറ്റത്തില്ല, കുക്കിങ്ങോ അതെനിക്ക് പറ്റില്ല. അപ്പോൾ ഇതൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, എൻ്റെ സ്വഭാവം ചീത്തയാണ്, ഞാൻ ഈ സമൂഹത്തിന് വേണ്ടാത്തവനാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും ചിന്തിക്കുന്ന ഒന്നാണ്, വീട്ടുകാർക്ക് ആർക്കും തന്നെ എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ട് നെഗറ്റീവ് തോട്ടുകൾ അങ്ങോട്ടും അടിച്ചങ്ങോട്ട് കയറ്റുകയാണ്. അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ഉണർവ് ആവശ്യമാണ്. അങ്ങനെ ചിന്തകളുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സൈക്കോളജിസ്റ്റുകൾ, സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ തന്നെ എപ്പോഴും നമ്മൾ തന്നെ, ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ മോശമാണ്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ ചിലവർ ചിന്തിക്കും, ചിലവർ റിലേഷനിലാകാൻ പേടിയാണ്. എന്തുകൊണ്ടാണ്? ഒരു റിലേഷനിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എനിക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്ത്, ആ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് അവനെ തന്നെ അങ്ങോട്ട് വെറുക്കുകയാണ്, സ്വന്തമായിട്ട് വെറുക്കുകയാണ്. അങ്ങനെ വെറുക്കരുത്. നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്. സ്വന്തമായിട്ട് സ്നേഹിക്കുക, ആത്മവിശ്വാസം ഉണ്ടാകുക, നമ്മൾ നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിൽ ചിന്തിക്കുക, നല്ല പ്രവൃത്തികളും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് ഒരു വൈബായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവുക. 10ാമത്തതും അവസാനത്തതുമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കാറില്ല. ഒന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്തെ പറ്റി ഓർത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കും, എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്, അങ്ങനെ പറ്റി, ഇങ്ങനെ തെറ്റുകൾ പറ്റി എന്നൊക്കെ അല്ലേ. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സ്ഡ് ഇമോഷൻസ് ആണ്. പക്ഷേ ഒന്നിലേക്ക് കൂടുതലായിട്ട് പോകുമ്പോഴാണ്. അങ്ങനെ മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകില്ല. ഇപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ 2020 ഫെബ്രുവരിയൊക്കെ തുടങ്ങിയത്, ഇപ്പോൾ 4 വർഷമായി. 4 വർഷം കടന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എനിക്ക് കാര്യമായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല, സത്യമാണ്. അപ്പോൾ നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കൂട്ടർ ചെയ്യുന്നത് കംപ്ലീറ്റ് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് അതിൻ്റെ പുറകെ അങ്ങോട്ട് ഓടുകയാണ്.
ഭാവിയിൽ ഇത്രയും കോടികൾ വേണം, ഭാവിയിൽ ഞാൻ റിട്ടയർ ആകുമ്പോഴേക്കും മറ്റേ 5 കോടി അക്കൗണ്ടിലുണ്ടാകണം, നല്ല വീടുണ്ടാകണം, വലിയ ബിസിനസ്സുകൾ വളർത്തണം. അതും നമുക്ക് വേണ്ട ചിന്തയാണ്. പക്ഷേ കംപ്ലീറ്റ് അതായി മാറിയാലോ? ഇതിൻ്റെ ഇടയിൽ പെടുന്നുണ്ട് കംപ്ലീറ്റ് പാസ്റ്റ്, കംപ്ലീറ്റ് ഫ്യൂച്ചർ, നടുക്ക് പ്രസന്റിൽ ആര് ജീവിക്കും? ഈ മൂമെൻറ്റിൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അത് ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ എല്ലാം ചിലപ്പോൾ കൈവിട്ടു പോകാം. നമ്മൾ അവരെയും ശ്രദ്ധിക്കില്ല. നമ്മൾ ഭാവിയിൽ കോടികൾ ഉണ്ടാക്കാൻ ഓടുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ അതൊക്കെ കൈവിട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അവരെയൊക്കെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, അവരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ ഈ മൂമെൻറ്റിലും കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പാസ്റ്റിനെ പറ്റി ഓർക്കണം, ഫ്യൂച്ചറിന് വേണ്ടി വർക്ക് ചെയ്യണം. പക്ഷേ കംപ്ലീറ്റ് ഈ 2 എക്സ്ട്രീമിലേക്കും പോകാതെ എല്ലാം ബാലൻസ്ഡ് ആക്കിയിട്ട് അതിനൊപ്പം തന്നെ ലീവ് ഇൻ ദ പ്രസൻറ്റ്. നിങ്ങളുടെ എല്ലാ മൂമെൻറ്റുകളും എൻജോയ് ചെയ്യുക. വളരെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. ഒരാളെ നോക്കി നമ്മൾ റോഡിലേക്ക് നടക്കാറിറങ്ങുമ്പോൾ ഒരാളോട് ചിരിച്ച് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് പോസിറ്റിവിറ്റി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നതല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. എപ്പോഴും വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കാതിരിക്കുക. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുക, നടക്കുക, ഒന്ന് സൈക്കിളൊക്കെ എടുത്തൊന്ന് ചവിട്ടുക. വീട്ടിൽ അടച്ചുകൂടിയിരിക്കുന്നത് അത് വിട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയണമെന്ന് വിചാരിച്ചത്, ആഗ്രഹിച്ച ഒരു കാര്യമേ ഉള്ളൂ. ഇത് എൻ്റെ തന്നെ എക്സ്പീരിയൻസ് അല്ല, എനിക്കത് അത്ര എക്സ്പീരിയൻസ്ഡ് ആകാൻ വയസ്സുമില്ല. പക്ഷേ നമ്മളുടെ മുതിർന്നവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവർ ഇതിലൂടെ കടന്നു പോയവരാണ്. പലരും ഈ ദുഃഖങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്നവരാണ്, ആ വിഷമം പേറുന്നവരാണ്. അവരുടെ അഡ്വൈസ് തന്നെയാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നാളത്തേക്കുള്ള ജീവിതം മെച്ചപ്പെട്ടതാക്കി മാറ്റാം. അങ്ങനെ എല്ലാവർക്കും മാറ്റാൻ പറ്റട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എസ്മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.